ഹായ്, ഞാൻ ഇന്ന് സർനാഥിലാണുള്ളത്. ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ടെമ്പിള് അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഒട്ടനവധി പാരമ്പര്യങ്ങൾ പേർന്നാണ് ഈ സർനാഥിലെ ഈ സ്ഥലങ്ങളെല്ലാം. ബുദ്ധിസ്റ്റിൻ്റെ അമ്പലവും പിന്നെ അതിൻ്റെ മൊണാർക്കിയും കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ബുദ്ധൻ രണ്ടാമത് സ്പീച്ച് നടത്തിയ സ്ഥലമാണ് ഈ സർനാഥ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പാരമ്പര്യങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് നമ്മൾ ഈ വാരണാസിയിലെ ഈ സർനാഥ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് നമ്മളെ ഇതെല്ലാം സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബുദ്ധിസത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അത് ആദ്യം വന്നത് ലുംബിനി നേപ്പാളിൽ നിന്നാണ്. നെക്സ്റ്റ് വരുന്നത് ബീഹാർ, അത് കഴിഞ്ഞ് ജനം, അത് കഴിഞ്ഞാണ് സർനാഥ്. അങ്ങനെ 3 പ്ലേസിൽ നിന്നാണ് ഇത് സ്പ്രെഡായത്, ബുദ്ധിസം സ്പ്രെഡായെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വിഷ്വൽ ഇവിടെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതാണ് ആ കാണുന്നത്. അതായത് ലുംബിനി നേപ്പാള്, ബീഹാർ, പിന്നെ ആണ് സർനാഥ്. അങ്ങനെ 3 സ്ഥലത്തു നിന്നാണ് ബുദ്ധിസം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. टेम्पल है थाईलैंड गवर्नमेंट का। आपने देखा होगा थाईलैंड कंट्री में ऑल टेम्पल सेम मॉडल का होता है। इस मॉडल को पगोडा बोलते हैं, पैगोडा मॉडल। और टेम्पल की इनसाइड में एक लॉर्ड बुद्धा की स्टैचू बनी है, सिंगल स्टोन की, मोनोलिथ और सैंडी स्टोन है। 9 फीट 5 इंच हाइट, कोई स्टैचू में ब्लॉक नहीं है। और सैंडी स्टोन उसके अंदर ओनली गोल्ड पॉलिश, गोल्ड पेंट है उसके ऊपर। और इनसाइड में लॉर्ड बुद्धा अभय मुद्रा में बैठे हुआ, सेंटर वाली स्टैचू अभय मुद्रा। और इस टेम्पल को थाईलैंड गवर्नमेंट यहाँ पर 1964 में मेट किए थे। ये 1964 का टेम्पल और 3 पार्ट्स में डिवाइड है। फर्स्ट पार्ट में पहले आप विजिट कर लीजिए। ഇപ്പം നമ്മൾ കണ്ട ഈ ടെമ്പിള് 1964 തായ് ഗവൺമെൻറ് മേടിച്ചതാണ്. ഇത് അതായത് മെയിൻ ബുദ്ധിസ്റ്റ് ടെമ്പിള് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഒരു മെയിൻ ടെമ്പിളാണ് ഈ കാണുന്നത്. സർനാഥിലെ ഈ ബുദ്ധക്ഷേത്രം നിർമ്മിച്ചത് തായ് ഗവൺമെൻറ് നേരിട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മോഡലിന് പറയുന്ന പേരാണ് പഗോഡ. ബുദ്ധ ക്ഷേത്രങ്ങൾ പലതും, അതായത് എല്ലാ ബുദ്ധക്ഷേത്രങ്ങളും ഒരേ മോഡലിലായിരിക്കും. അതിൻ്റെ പേരാണ് പഗോഡ. ഈ പ്രദേശം ഭരിക്കുന്നത് തായ് ഗവൺമെൻറ് നേരിട്ടാണ്. അതായത് 99 വർഷത്തേക്ക് ലീസ് എടുത്തേക്കുമാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് ലീസ് എടുത്തേക്കുന്നതാണ് ഈ പ്രദേശം. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. ഈ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് 9 ഫീറ്റ് 5 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഈ മുദ്രയുടെ പേരാണ് അഭയമുദ്ര, ഫിയർലെസ് മുദ്ര എന്ന് പറയും. ഇത് സിംഗിൾ സ്റ്റോണിലാണ് നിർമ്മിച്ചത്. അതും മൊണോളി പെയിൻ്റാണ് ഇതിന് യൂസ് ചെയ്തത്. ഇത് ബുദ്ധൻ്റെ ടീച്ചിങ് മുദ്രയാണ്. ഇങ്ങനെയാണ് ബുദ്ധൻ ഫസ്റ്റ് സ്പീച്ച് നൽകിയത്. ഈ റൈറ്റ് സൈഡിലുള്ള മുദ്രയാണ് ബ്ലെസ്സിങ് മുദ്ര. ഇത് സിംഗിൾ മെറ്റൽ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിത് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഈ ബുദ്ധിസ്റ്റ് ടെമ്പിള് 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. നമ്മളിപ്പം പോയില്ലേ, ആ പോയ സ്ഥലമാണ് കോമൺ പീപ്പിളിന് മാത്രമായിട്ട് പോകാൻ അലൗഡ് ഉള്ളൂ. ഇതിന് 2ാമത്തെ പാർട്ടാണ് ഈ ഇവിടെ താഴെയുണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ഈ താഴെയുള്ളത് ബുദ്ധിസ്റ്റിൻ്റെ അതായത് ധ്യാനം, അതായത് മെഡിറ്റേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 3ാമത്തെ പാർട്സ് വന്നേക്കുന്നത് ഇതിൻ്റെ താഴെയാണ്. ഈ കെട്ടിൻ്റെ താഴെയാണ് 3ാമത്തെ. ആള് പറഞ്ഞത് ഇതിന് എത്ര ഉയരമുണ്ടോ, മുകളിലേക്ക് എത്ര ഉയരമുണ്ടോ അത്ര തന്നെ ഇതിൻ്റെ താഴത്തേക്കും ആഴമുണ്ടെന്നാണ് പറയുന്നത്. ആ താഴെയാണ് ആ ഹാള് ഉള്ളത്. ഇത് 3ാമത്തെ കവാടത്തിലേക്കുള്ള പോകാനുള്ള വഴിയാണ്. ഇതിലേക്ക് 2 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ. ഒന്ന് ദലൈലാമയ്ക്കും ഒന്ന് കിങ് ഓഫ് തായ്. അവർക്ക് മാത്രമാണ് ഈ 3ാമത്തെ വഴിയിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നാണ് ആൾ പറയുന്നത്.
ഇവിടെ നമുക്ക് വന്ന് കണ്ട് തന്നെ അറിയാം, ബുദ്ധിസ്റ്റിൻ്റെ ടെമ്പിളിലെല്ലാം ഇതുപോലത്തെ ഫ്ലാഗുകൾ ഉണ്ടാവും. ഈ യെല്ലോ ഫ്ലാഗ് കാണുന്നില്ലേ, ഇതാണ് ധർമ്മചക്ര. ये जो स्टैचू बना इसकी हाइट है 80 फीट 9 इंच, 80 फुट 9 इंच. हाँ. 80 feet 9 inch. ये ओनली रेप्लिका, ये रेप्लिका थाईलैंड गवर्नमेंट यहाँ बना है. इसका जो फर्स्ट कॉपी बना था अफगानिस्तान कंट्री इनसाइड बामियान बुद्धा, जो तालिबान कंट्री ने 2001 में ऑल स्टैचू डिस्ट्रॉयड कर दिया था, पूरा विस्फोट कर दी स्टैचू को. और स्टैचू को 80 फीट 9 इंच बनाने का उनका लॉजिक था. जो लॉर्ड बुद्धा थे लिव इन 80 years and 9 month mother stem bomb. This reason 80 feet 9 inch. ഈ പ്രതിമ ആദ്യം ഉണ്ടാക്കിയത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. അപ്പോൾ താലിബാൻ യുദ്ധം ഉണ്ടായപ്പം അതിൽ ഡിസ്ട്രോയ് ആയി പോയതും പിന്നെ രണ്ടാമത് ഇവിടെ വന്ന് ഈ പ്രതിമ ഉണ്ടാക്കുകയും ചെയ്തെന്നാണ് പറയുന്നത്. ഈ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് 80 feet 9 ഇഞ്ചാണ്. ഇതേ ഹൈറ്റിൽ ഇവിടെ പണി കഴിക്കാൻ ഒരു കാരണമുണ്ട്. അതായത് ബുദ്ധൻ 80 year, അതായത് 80 years ഇവിടെ ജീവിച്ചു എന്നും പിന്നെ 9 മാസം അമ്മയുടെ വയറ്റിൽ കിടന്നു, അതിൻ്റെ കൂടെ കൂടിയാണ് 80.9 ഇഞ്ച് ഈ പ്രതിമയ്ക്ക് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ മരിച്ചു പോയപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനിയത്തി ഗൗതമി എന്നായിരുന്നു അനിയത്തിയുടെ പേര്. അവരാണ് ബുദ്ധന് ഈ പേര് കൊടുത്തതും അവരാണ് ബുദ്ധനെ വളർത്തിയതും. ഇത് ബുദ്ധൻ്റെ അമ്മയുടെ സ്റ്റാച്ചു ആണ്. ബുദ്ധൻ ഉണ്ടായിക്കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബുദ്ധൻ്റെ അമ്മ മരിച്ചു പോയെന്നാണ് പറയുന്നത്. ലോർഡ് ബുദ്ധനെ ഹിന്ദുസത്തിൽ വിഷ്ണുവിൻ്റെ ഒരു പര്യായമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ശേഷനാഗ് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പുറകിലുള്ള ശേഷനാഗത്തിൻ്റെ ഇതിൽ ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും അശോക ചക്രവർത്തിയെക്കുറിച്ചും അശോക പില്ലറിനെക്കുറിച്ചും അശോക ചക്രത്തെക്കുറിച്ചും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശോക ചക്രവർത്തി ബുദ്ധിസത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ഈ ബുദ്ധിസം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ അശോക പില്ലറിൽ മുകളായിട്ട് ഈ 4 ഹെഡ് കൊടുത്തേക്കുന്നത്. അതായത് 4 വശത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഷേപ്പ് 4 സ്ഥലത്തേക്കും കൊടുത്തേക്കുന്നതാണ് പറയുന്നത്. ഈ കുതിര ബുദ്ധൻ്റെ വാഹനമായാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ സിംഹം അദ്ദേഹത്തിൻ്റെ കുലമായി കാണുന്നു. അതുപോലെ തന്നെ ഈ ആനയുടെ ചിഹ്നം അദ്ദേഹത്തിൻ്റെ അമ്മ ബുദ്ധനെ വയറ്റിൽ കൊണ്ട് നടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു സ്വപ്നം കാണുകയും ഒരു വെള്ള ആനയെ സ്വപ്നം കണ്ടു. അതാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത്. ഈ ചിഹ്നം അദ്ദേഹത്തിൻ്റെ രാശിയെ സൂചിപ്പിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് ഈ സ്കൂളടക്കം ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വരെ നിയന്ത്രിക്കുന്നത് തായ് ഗവൺമെൻറ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, അതായത് ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ പാർക്കിംഗ് ഫീയോ പ്രവേശന ഫീയോ അങ്ങനത്തെ ഒരു ഫീസും ഈടാക്കുന്നില്ല, എല്ലാം ഫ്രീ ആണ്. അതുപോലെ ഈ സ്കൂളിൽ ഒരു പാളി ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ബുദ്ധിസ്റ്റിൻ്റെ ലാംഗ്വേജാണ് പാളി ലാംഗ്വേജ്. അതുപോലെ തന്നെ നമ്മൾ ഈ തായ്ലാൻഡിൽ നിന്ന് ഏതെങ്കിലും ബുദ്ധിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസായിട്ട് ഇവിടെ ഒരു വലിയൊരു ബിൽഡിങ് പണിതിട്ടുണ്ട്. അവിടെയാണ് അവർ താമസിക്കുന്നത്. അവർ പുറത്തൊരു വീടോ അല്ലെങ്കിൽ റൂമോ ഒന്നും എടുക്കില്ല. ഈ സ്ഥലം ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. നിങ്ങൾ വാരണാസി വരുവാണെങ്കിൽ ഈ സ്ഥലം ഏതായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. നമുക്ക് അടുത്ത വാരണാസി വീഡിയോയുമായി കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.